മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ചുരുക്കത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. അതിനെ ഒരു കുറിവാക്യമായിട്ട് അതിന്റെ 24-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. അതെ, വിശ്വാസികളും വിശ്വാസവും അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയുവാനാണ്. വിശ്വാസികളും വിശ്വാസവും എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാൽ വിശ്വാസികളും വിശ്വാസവും. ഒന്നുകൂടെ പറയട്ടെ, വിശ്വാസികളും വിശ്വാസവും. അതിപ്പോ പെന്തക്കോസ്ത് വിശ്വാസികളെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളും വിശ്വാസവും. മറന്നുപോലെ വിശ്വാസികളും വിശ്വാസവും. ആരോടെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ പറയണം, ഇന്ന് സാബു സാർ ഇവിടെ വന്ന് പ്രസംഗിച്ചതായ പ്രസംഗം എങ്ങനെയായിരുന്നു? വിശ്വാസികളും വിശ്വാസം. എന്നോട് പറഞ്ഞേ. ഇവിടെ കർത്താവിനെ അംഗീകരിച്ച ആളുകളാണ് കൂടുതലും. എല്ലാവരും മിക്കവാറും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനങ്ങളെ ഉയർത്തി ദൈവത്തെ ബോധപ്പെടുത്തിക്കാട്ട്. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന സമയത്ത്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞ് നമ്മളെ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കിച്ച് നിങ്ങൾ യേശുവിനെ അംഗീകരിക്കണം, കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മള് അത് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലായതാണ് ഒരു സാധാരണയുള്ളതായ രീതി. അല്ലാതെ വിശ്വാസത്തിന്റെ ഒരു വലിയ ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോഴല്ല സാധാരണ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഒന്നുകിൽ ദൈവവചനം കേട്ട്, ആരെങ്കിലും പറഞ്ഞു കേട്ട്, ആരെങ്കിലും നമ്മളോട് വന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അത് കേട്ട് അത് മനസ്സിലാക്കി നമ്മള് കർത്താവിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞ്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ്, കർത്താവിന്റെ എന്റെ സകലവും അറിയുന്നവനെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിക്കും. അതിന് നമുക്ക് വിശ്വാസികളെന്ന് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വിശ്വാസത്തിന്റെ ഉച്ച നിലയിൽ നിൽക്കുന്ന അനുഭവങ്ങളല്ല അവിടെ. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ വിശ്വാസികൾ എന്നുള്ളതായ ആ ഒരു അടിസ്ഥാന ആ പ്രമാണത്തിന് നമ്മളെല്ലാവരും യോഗ്യരാണ്. ഞാൻ വിശ്വാസിയാണ്. ഞാൻ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ചു. കർത്താവിനെ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു. എന്റെ രക്ഷകനെന്നും കർത്താവെന്നും അംഗീകരിച്ചു. ഞാനത് എന്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർത്തു, ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞതായ ആ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. എനിക്ക് വിശ്വസിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനപരമായിരിക്കുന്നതായ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ചുവടെന്ന് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. എനിക്ക് ഈ ലോകത്തിലെ ആരുമല്ല അധികാരം തന്നിരിക്കുന്നത്. ഒരു സഭയോ അല്ലെങ്കിൽ ഒരു മറ്റൊരു സംഘടനയോ ഒരു പ്രമാണമോ അല്ല. യേശുക്രിസ്തു പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവനെ കൈക്കൊണ്ട്
കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അധികാരത്തോടെ ആയിരിക്കുന്ന ഒരു ശുശ്രൂഷയാ വിശ്വാസികൾ എന്ന് പറയുന്ന. ദൈവത്തിന് സ്തോത്രം. അധികാരത്തിന് അവകാശമുള്ളവരാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മള് കർത്താവിനെ അംഗീകരിച്ചതാണ്. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ളതായ ആ അധികാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അധികാരമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കുള്ളതായ പ്രിവിലേജ് എന്ന് പറയുന്നത്, നമുക്കുള്ളതായ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഏതെങ്കിലും പെന്തക്കോസ്ത് സംഘടനകളിൽ ആയിരിക്കുന്നതല്ല. നമുക്കുള്ളതായ പ്രിവിലേജ് നമ്മള് അധികാരപ്പെട്ടവരെന്നുള്ളതാണ്. വിശ്വാസികൾ എന്നുള്ളതായ അധികാരത്തിന് യോഗ്യതയുള്ളവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാം. ഹല്ലേലൂയ. അധികാരപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ സംസാരിക്കുക. എബ്രായ ലേഖനത്തിൽ ലേഖകൻ ഒരു വാക്കിങ്ങിന് പറയുന്നുണ്ട്. ഐ തിങ്ക് ചാപ്റ്റർ 11 verses 6 ആണെന്ന് തോന്നുന്നു. 11-ാമത്തെ വാക്യത്തിൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. നമ്മള് രക്ഷിക്കപ്പെട്ടതായ ആ വിശ്വാസം അടിസ്ഥാനപരമായിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചതായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ കർത്താവിലായതായ അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു തറക്കല്ലുണ്ട്. ആ തറക്കല്ലിന്റെ യാഥാർത്ഥ്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വിശ്വാസികൾക്ക് വിശ്വാസം ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ you cannot please God without faith. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. വിശ്വാസം വേണ്ടിയത്, വിശ്വാസികൾക്ക് വിശ്വാസം വേണ്ടിയത് അത് ഡെയിലി ഓരോ നിമിഷവും നമുക്ക് ആ വിശ്വാസം അടിയുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്കുണ്ടാവേണ്ടതായ കാര്യമാണ്. നമ്മള് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. വല്ലപ്പോഴുമല്ല, ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ച മാത്രമല്ല, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു നിമിഷം പോലും കഴിയത്തില്ല. വിശ്വാസം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതാ വേണ്ടിയത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതായ അടിസ്ഥാനപരമായി വിശ്വാസികളെന്ന് പേര് പറയുന്നതായ ആളുകൾക്ക് വേണ്ടിയതായ ഒരു കാര്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. അതൊന്നുകൂടെ ഞാൻ പറയട്ടെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എങ്ങനെയാകുന്നത്? ദൈവം പറഞ്ഞത് കാണാൻ കഴിയുന്നതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. ഒന്നുകൂടെ പറയട്ടെ, ദൈവം പറഞ്ഞത്, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്, കാണാൻ പറ്റാത്തതായ, നമുക്ക് കാണാൻ പറ്റാത്തതായ വിശ്വാസം എങ്ങനെ കാണാൻ പറ്റുന്നത്? പറഞ്ഞതായ വാഗ്ദത്തത്തെ നമ്മൾ കാണുമ്പോൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ദൈവം പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ
ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഏകനായി തീരുകയില്ല. ഹല്ലേലൂയ. ഈ തരത്തിലുള്ളതായ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നു. ആ ദൈവം പറഞ്ഞിരിക്കുന്നത് നിനക്ക് കാണാനായിട്ടുള്ളതായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ കാണാൻ സാധിക്കാത്തതായ, അല്ലെങ്കിൽ ആ വലിയ കാര്യങ്ങൾ നമുക്ക് വിശ്വാസ കണ്ണുകളിൽ കൂടി കാണാൻ കഴിയുമ്പോൾ അത് വിശ്വാസമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക, ദൈവവിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ദൈവവിശ്വാസം കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ, വിശ്വാസികൾ അടിസ്ഥാനപരമായിട്ടും രക്ഷിക്കപ്പെട്ടവര് ഞാൻ രക്ഷിക്കപ്പെട്ടു കുറെ നാളായി എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. ഫെയ്ത്ത് എക്സസൈസ് എന്ന് പറഞ്ഞ് വിശ്വാസം നമ്മൾ എക്സസൈസ് പ്രവൃത്തി മണ്ഡലങ്ങളിൽ എക്സസൈസ്. ഇവിടെ ആരെങ്കിലും എക്സസൈസ് ചെയ്യുന്നവരുണ്ടോ? എന്തെങ്കിലും നടപ്പോ? പാസ്റ്റർ ജിമ്മിൽ വല്ലതും പോറുണ്ടോ? ഇവിടെ ആരെങ്കിലും ജിമ്മിൽ പോകുന്നവരുണ്ടോ? അങ്ങ് മൂലക്കിരിക്കുന്ന സഹോദരൻ ചിലപ്പോ ഒരു ചിന്തിക്കുന്നുണ്ടെന്ന്. അച്ഛൻ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? ഉണ്ട്. സ്തോത്രം. ചൂട് ആരോഗ്യം വരണം, കുഴപ്പമൊന്നുമില്ലാതെ ആശുപത്രി പോകാതെ ജീവിതം കഴിക്കണം. ഇതൊക്കെയാണ് ലക്ഷ്യം, എക്സസൈസിന്റെ ലക്ഷ്യം. വിശ്വാസം എക്സസൈസ് ചെയ്യണമെന്ന്. വിശ്വാസം എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. അപ്പൊ നമ്മുടെ ഹെഡിങ് എന്തുവാ? വിശ്വാസികളും വിശ്വാസവും. ഒന്നുകൂടെ പറയട്ടെ, വിശ്വാസികളും വിശ്വാസവും. വിശ്വാസികളും വിശ്വാസവും. നിങ്ങളെ ഞാൻ കുഴപ്പിക്കുകയൊന്നുമല്ല, എന്നാലും ഒരു ചോദ്യം ചോദിക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസം? ഒന്ന് രണ്ട് പേർക്കൊരു സംശയം, എനിക്ക് വിശ്വാസം ഉണ്ടോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊന്ന്. അടുത്തിരിക്കുന്നവർ വിശ്വാസമുണ്ടോ? ചോദിച്ചേ, വിശ്വാസമുണ്ടോ? എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാ കാണിക്കുന്നത്? വിശ്വാസമുണ്ട്. ദൈവം നടത്തുന്നു എന്ന് ആരോ പറഞ്ഞു. ദൈവം നടത്തുന്നു. ഓക്കെ, ദൈവം നടത്തുന്നു. വിശ്വാസമുണ്ടോ? ചിലതൊക്കെ വിശ്വസിക്കാനായിട്ട് വിശ്വാസം. മുട്ടയിൽ വേദനയൊക്കെ വന്നാൽ അത് വിശ്വസിക്കുക, അതൊക്കെ അങ്ങ് പോകും. പക്ഷെ ക്യാൻസർ വന്നാൽ വിശ്വസിക്കാൻ പറ്റുമോ? മുട്ടയിലെ വേദന ഒക്കെ വിശ്വസിക്കുക, അതൊക്കെ അങ്ങ് മാറും. വിശ്വാസമുണ്ടോ? ഈ വിശ്വാസത്തിലുള്ള ഒരു ഘടകം കൂടെ ഞാൻ പറയാനായിട്ട് പോകും. വിശ്വാസത്തിലുള്ള ഒരു ഘടകം എന്താണെന്നറിയാം? അവിശ്വാസം. നിങ്ങളോട് ഞാൻ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം അവിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക്. കാരണം ഏതൊരു വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ ഒരു അവിശ്വാസം. വിശ്വാസികളുടെ കാര്യമാണ്, ഞാൻ അപ്പുറത്തുള്ള ആളുകളുടെ കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ വായിക്കപ്പെട്ടതായ വേദഭാഗത്തെ ആ ഒരു സ്റ്റോറി, ആ കഥ ഞാൻ
വാക്യങ്ങൾ മാത്രം പറഞ്ഞ് എന്റെ വിഷയത്തിലോട്ട് വരും. 16-ാമത്തെ വാക്യത്തിൽ, 9-ാമത്തെ ആയം 16-ാമത്തെ വാക്യത്തിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്. ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. അത് യേശു ഉള്ളതായ സദസ്സ് എന്ന് പറഞ്ഞാൽ യേശു ഉണ്ടാവും. ഒരു വാദപ്രതിവാദം നടക്കുന്നു. അത് വിശ്വാസവുമായിട്ട് ചില ബന്ധങ്ങളുള്ള വാദപ്രതിവാദം. ഈ വാദപ്രതിവാദം യേശു കേൾക്കുകയും യേശു കണ്ടു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം. വാദപ്രതിവാദം എന്നുള്ളത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്, നമ്മള് പുറമേ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വാദപ്രതിവാദം നടക്കും. വേറെ ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷേ വിശ്വാസം കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു ആർഗ്യുമെന്റ് നമ്മളിൽ തന്നെ വരും. ഇത് നടക്കും, ഇത് സാധ്യമാകുമോ? ആർഗ്യുമെന്റ് ഉണ്ടാവും, വാദം ഉണ്ടാവും, ഉള്ളിന്റെ ഉള്ളിൽ വരും. വിശ്വാസികൾ തമ്മിൽ ചിലപ്പം വാദിക്കും. എടീ, നീ എത്ര നാളായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഈ ഒരു വിഷയത്തിന്റെ പേരിൽ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു? എന്നിട്ട് ഇതിനൊന്നും മാറ്റങ്ങളില്ലല്ലോ. വാദപ്രതിവാദങ്ങൾ അന്യോന്യം ഉണ്ടാകും, അകത്തും ഉണ്ടാകും. സ്തോത്രം. അങ്ങനെയൊരു സിറ്റുവേഷനാണ് ഈ വായിക്കപ്പെട്ടതായ വേദഭാഗത്തുള്ളത്. യേശുക്രിസ്തു ഈ വാദപ്രതിവാദം കേട്ട് അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു പിതാവിന് ആ വാദപ്രതിവാദത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനോടൊരു സ്റ്റോറി പറയാനുണ്ട്. സ്തോത്രം. അവിടെ നടന്നതായ ആർഗ്യുമെന്റ്സ്, അതിനെ സംബന്ധിക്കുന്നതായ ഒരു വിഷയം യേശുക്രിസ്തുവിനോട് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതായ കാര്യം. ഹല്ലേലൂയ. നമുക്ക് സ്വാതന്ത്ര്യവും വിജയവും ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു പരിശീലനം നമുക്കുണ്ടെങ്കിൽ അന്യമുള്ളതായ വാദപ്രതിവാദത്തിൽ നിന്നും നമുക്ക് ഒത്തിരി വിമുക്തി നേടുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ആ പിതാവ് പറഞ്ഞ സ്റ്റോറി, എന്റെ മകൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവന് പൈശാചിക ശക്തിയിൽ ഉണ്ടായി ഇവനെ താഴെയിടുകയും ഇവനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരുന്നതായ സന്ദർഭങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റോറി തുടങ്ങുകയാണ്. അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 19. യേശുക്രിസ്തുവിന്റെ ഫ്രസ്ട്രേഷൻസ് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ frustration. അത് നല്ലൊരു വാക്കാണ്. സങ്കടം എന്ന് പറഞ്ഞുണ്ടല്ലോ, ചിലരോട് ചില കാര്യങ്ങൾ അങ്ങ് ഒരു തല്ല് കൊടുത്താലും വേണ്ടുവല്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അടക്കി വെച്ചിട്ട് സങ്കടപ്പെടുന്നതായ ഫ്രസ്ട്രേഷൻസ്. യേശുക്രിസ്തുവിന്റെ ഫ്രസ്ട്രേഷൻസ് അവിടെ പറയുക, നിങ്ങളോട് കൂടെ ഞാൻ സ്റ്റേ ചെയ്യും. നിങ്ങളെ വിശ്വാസികളാണെന്നും പറഞ്ഞ് എങ്ങനെ ഞാൻ കൊണ്ടുപോകും? കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ എത്രത്തോളം, നിങ്ങളെ എങ്ങനെ കയരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഞാൻ മതിയായി എന്നുള്ളതായ രീതിയിലുള്ളതായ ഒരു വാക്ക്, ഒരാശയം യേശുക്രിസ്തു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവിടുത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര നാളായി രക്ഷിക്കപ്പെട്ട്, ഇത്ര നാളായി പെന്തക്കോസ്തിലായി, എത്രയോ അത്ഭുതങ്ങൾ കണ്ട് മുന്നോട്ട് വന്നതായ നിങ്ങളോടുകൂടെ ഇനി ഇങ്ങനെ പോയാൽ എത്ര ദിവസം എനിക്ക് നിങ്ങളോടുകൂടെ പാർക്കാൻ കഴിയും? നിങ്ങളെ എങ്ങനെ ഞാൻ കൂട്ടത്തിൽ കൊണ്ടുപോകും?
എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രകടമാക്കേണ്ട സ്ഥാനത്ത് വിശ്വാസത്തിന്റെ വില കളയുന്നതായ വിശ്വാസികൾ എന്നുള്ളതാണ് അവിടുത്തെ. വിശ്വാസത്തിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നതായ ഒരു വിശ്വാസ കൂട്ടങ്ങൾ. അതാണ് യേശുവിന് വന്നതായ അസങ്കടം. രണ്ട് ചോദ്യമോട് ചോദിച്ചു. ഹൗ ലോങ് ഐ വിൽ സ്റ്റേ വിത്ത് യു? എത്ര കാലം എനിക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ പോകാൻ കഴിയും? ഹൗ ഐ എം ഗോയിങ് ടു ടേക്ക് യു വിത്ത് മീ എന്ന് എന്റെ ജീവിതയാത്രയിൽ എങ്ങനെ നിങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന്. സ്തോത്രം. ആ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ സ്റ്റാൻഡിങ് എന്തോ ആയിരിക്കും, നമ്മുടെ സിറ്റുവേഷൻ. അവിശ്വാസത്തിന്റെ സ്റ്റാൻഡിങ് എന്തോ ആയിരിക്കും? കർത്താവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? Praise the Lord. I don't know. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരുമായിരിക്കും. കാരണം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ അവിശ്വാസം എന്ന ഘടകം ശക്തമായിട്ട് പോയി. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പറയും. എല്ലാവരിലും അവിശ്വാസത്തിന്റെ ഘടകം. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അവിശ്വാസത്തിന്റെ ഘടകം. കർത്താവിന് വളരെ ദുഃഖമുണ്ടെന്നാണ് പറഞ്ഞതിന്റെ സാരം. കർത്താവിന് വളരെ ദുഃഖമുണ്ട് ഈ ഗ്രൂപ്പിനെ കൊണ്ട് മുൻപോട്ട് പോകുന്നു. വിശ്വാസം പ്രകടമാക്കേണ്ടതായ ആളുകൾ, വിശ്വാസം വെളിപ്പെടുത്തേണ്ടതായ ആളുകളെ വിശ്വാസത്തിന്റെ ആ വേണ്ട തരത്തിൽ കാണുന്നില്ല. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 20. മതി. അവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ചിട്ട് മനസ്സിലാകാത്ത വേറൊരു ആശയമുണ്ട്. മലയാളത്തിൽ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് ദ സ്പിരിറ്റ് സോ ജീസസ്. അവിശ്വാസികളായ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഈ ഡെവൽ, പിശാച്, the spirit saw Jesus. ഈ പൈശാചികമായ ആ ശക്തി യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇവൻ ദൈവപുത്രനാണ്. The spirit saw Jesus. പിശാചിന് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിശാച് യേശുവിനെ കണ്ടെങ്കിൽ പിശാചിന് കാണാൻ പറ്റും നിന്റെ വിശ്വാസത്തെ. ഉറപ്പാണ്. പിശാചിന് കാണാൻ പറ്റും നിന്റെ വിശ്വാസത്തെ. പിശാചിന് കാണാൻ പറ്റും നിന്റെ അവിശ്വാസം. കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അമ്മാനമാടുന്നത് പോലെ ആട്ടും പിശാച് കണ്ട. നിന്റെ വിശ്വാസത്തെ ശക്തിയുള്ള വിശ്വാസമായിട്ട് കണ്ടാൽ ഒന്ന് അകന്നു നിൽക്കും. നിന്റെ അവിശ്വാസത്തെ പിശാച് കണ്ടാൽ എങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും പിശാച് നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു തള്ളും. അപ്പൊ തീർച്ചയായിട്ടും
വിശ്വാസത്തെ പിശാചിന് കാണും. പിശാച് യേശുവിനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മിലുള്ളതായ വിശ്വാസത്തെ രണ്ടുപേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. പാസ്റ്റർ സാമിലുള്ളതായ വിശ്വാസത്തെ കൂട്ടുകാരി ബിൻസിക്ക് പോലും 100% കാണാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെന്ന് പറയും, പക്ഷെ എന്തുമാത്രം ഉണ്ടെന്ന് രണ്ടുപേർക്ക് കാണാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും വിശ്വാസം എന്തുമാത്രം ഉണ്ടെന്ന് രണ്ടുപേർക്ക് അറിയാം, കാണാം. ഒന്ന് ദൈവത്തിന് കാണാം, പിശാചിനും കാണാം. ഹല്ലേലൂയ. പിശാച് കാണുന്നതിന്റെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളതായ ഈ ബുദ്ധിമുട്ടുകൾ. ഇവൻ ഇത്രയേ ഉള്ളൂ. ഇവൻ ചെറിയ ഒരു തലവേദന വരുമ്പോൾ പലതും മറുത്തു പറയുന്നവനാണ്. രക്ഷ പോലും വിശ്വാസം പോലും മറുത്തു പറയുന്നവനാണ്. എനിക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന പോലും മുടക്കുന്നയാളാണ്, ആരാധന പോലും മുടക്കുന്നയാളാണ്. പ്രതിസന്ധി വരുമ്പോൾ ഇനിയും പാട്ടും പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുടക്കം വരുത്തുന്നവനാണെന്ന് പിശാചിന് നന്നായിട്ട് കാണാം. ഇല്ല, ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവനാണ്. ദൈവത്തെ എന്തു വന്നാലും തള്ളിപ്പറയുന്ന ആളല്ല എന്ന് ഇയ്യോബിനെ പോലെ ഒരു മനുഷ്യനെ പിശാചിന് കാണാമെങ്കിൽ നിന്നെയും നന്നായിട്ട് കാണാം. നീ ദൈവഭക്തനാണോ, വിശ്വാസമുള്ളവനാണോ, ദൈവശക്തിയുള്ളവനാണോ എന്നുള്ളത് നന്നായിട്ട് കാണാം. പിശാച് ഇയ്യോബിനെ കണ്ടിട്ട് പറയുക, ഇവൻ ദൈവത്തിന്റെ അടുത്തുള്ള ഒരാളാണ് എന്ന് ഞാൻ കാണുന്നു. ഭക്തനും നിർദോഷിയും നിഷ്കളങ്കനും എന്ന് ഞാൻ ഇവനെ കുറിച്ച് കാണുന്നു എന്ന് പിശാച് സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. അപ്പോ രണ്ടുപേർക്ക് കാണാം നമ്മളിലുള്ളതായ വിശ്വാസം. സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല. യേശുക്രിസ്തു ഇന്നലെയും, ബാക്കി എന്താ കുറച്ച് പറഞ്ഞേ, എല്ലാവരും കുറച്ച് പറഞ്ഞേ, കരങ്ങളെ അടിച്ച് എല്ലാവരും. ക്ഷീണവും പ്രയാസവും തണുത്ത കാറ്റും ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയതായിട്ട് ഉറക്കമൊക്കെ വരും. ഒരിക്കലും പാടില്ല, ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല. ദൈവവചനം കേൾക്കുമ്പോൾ ക്ഷീണിച്ച് ഉറങ്ങുന്നു. എനിവേ, ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും. അത് ഏത് വാക്യം, ഏത് അധ്യായത്തിൽ, ഏത് പുസ്തകത്തിൽ പറയാമോ? വിശ്വാസികൾ ആർക്കെങ്കിലും പറയാമോ? ജെയിംസ് സാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും. ഇത് ഈ കൊച്ചുപിള്ളേരെ പോലെ വിശ്വാസത്തിലായവർക്ക് വരെ മനസ്സിലാകേണ്ട, എവിടാണ് പറയുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയേണ്ട ആളുകളാണ്. വിശ്വാസികൾക്ക് ആ വാക്യം അറിയത്തില്ല. എവിടാണ് വാക്യം അറിയാം, ആ ഘടന അറിയാം, പക്ഷേ ഇതെവിടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വലിയ പിടിയില്ല. ഒന്നുകൂടെ പറയട്ടെ, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. എബ്രായ ലേഖനം 13 8 വാക്യമെന്ന് എബ്രായർന്ന് പറഞ്ഞ വിശ്വാസികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എല്ലാവരും ചേർന്ന് എന്നോട് പറഞ്ഞ് യേശു ക്രിസ്തു. ശകേലും കൂടെ ശബ്ദം ഇട്ടാൽ നല്ലതായിരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞ മാറ്റമില്ലാതെ. സ്തോത്രം. നിങ്ങളെല്ലാം എഗ്രി ചെയ്തോ? സമ്മതിച്ചു? അത് എല്ലാവർക്കും സമ്മതമാണോ? എല്ലാവർക്കും സമ്മതമാണോ? കുഞ്ഞുങ്ങളെല്ലാവരും ആദ്യമായിട്ട് കേൾക്കുകയാണോ?
ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേ അനന്യനാകുന്നു. ഏത് ഉറക്കത്തിൽ കിടന്ന് ആര് ചോദിച്ചാലും പോയത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പിശാചും ഇന്നലെയും ഇന്നും എന്നേക്കുമുണ്ടെന്ന്. സ്തോത്രം. അങ്ങനെ വേദോസ്തവത്തിലില്ല, എന്നാൽ തത്വം നമ്മൾ പഠിച്ചാൽ കറക്റ്റാ. ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകും. പിശാചിനുമുണ്ട് ആ ഒരു ഇവിടുത്തെ സംഭവ ചരിത്രം 22-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ഈ പിതാവ് ചോദിച്ചു. നിനക്കെന്തേലും കഴിയുമോ? സോദരൻ, ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് എന്നൊന്നും കഴിഞ്ഞില്ല. ഒരു ഗ്രൂപ്പ് വിശ്വാസികളുടെ അടുത്ത് എന്നോ ഒന്നും കഴിഞ്ഞില്ല. ലാസ്റ്റ് ചാൻസ് ഞാനും നോക്കുക, നിനക്ക് വല്ലതും കഴിയും. സ്തോത്രം. അങ്ങനെയല്ലേ വാക്യം? നിന്നാൽ വല്ലതും കഴിയുമോ? ഞാൻ എന്റെ പരമാവധി പരിശ്രമിച്ചു നോക്കി. ഈ ഒരു ഗ്രൂപ്പ്, ആരാ ഗ്രൂപ്പ്? വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതായ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ റിസൾട്ട് ഉദ്ദേശിച്ച പോലൊന്നും വന്നില്ല. നിന്നാൽ എന്തെങ്കിലും കഴിയും. എത്ര സങ്കടകരമായ ഒരു ചോദ്യമാണല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ചോദിക്കട്ടെ. വിശ്വാസമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുള്ളവരാണ് കരം ഉയർത്തിയത്. വിശ്വാസമുള്ളവർ എക്സസൈസ് ചെയ്യണം. വിശ്വാസം എക്സസൈസ്. നിന്നാൽ എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ആ മനുഷ്യന് നിന്നാൽ എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, നിന്നാൽ എന്തെങ്കിലും കഴിയുമോ എന്നെ സഹായിക്കാൻ, എന്റെ ഈ സാഹചര്യം കാര്യം കാണാൻ നിന്നാൽ എന്തെങ്കിലും കഴിയുമോ എന്നുള്ള ചോദ്യം. ആളുകളൊക്കെ നമ്മളെ സമീപിക്കാറില്ലേ? പാസ്റ്ററേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്തെങ്കിലും പരിഹാരം കാണുവാൻ ഒക്കുമോ? അല്ലെങ്കിൽ സഹോദരിമാരുടെ അടുത്ത് ആരെങ്കിലും പരിചയമുള്ളവർ വരുമായിരിക്കും. നമ്മൾ വിശ്വാസികളാണെന്നുള്ളതായ, വിശ്വാസമുള്ളവരാണെന്നുള്ള ധാരണയിലാ വരുന്നത്. എന്തെങ്കിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും. ഈ വിശ്വാസമുള്ളതായ ആളുകൾക്ക് അവിടെ നടക്കാതെ വന്നപ്പോ യേശു ക്രിസ്തുവിന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് 23-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു മറുപടി പറയുന്നു. 23-ാമത്തെ വാക്യം. അതാ എന്റെ വിഷയം. നിന്നാൽ കഴിയുമോ എന്നുള്ള ചോദ്യമല്ല, പക്ഷേ അവിടെ ഒരു സംഭവം എക്സസൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ്. വിശ്വാസം എക്സസൈസ് ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ കാര്യത്തെ മറുപടി ആ പിതാവ് പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ചത് 24-ാമത്തെ വാക്യം. Cried out. ബാലന്റെ അപ്പൻ നിലവിളിച്ചു. സ്തോത്രം. എല്ലാവരും ഉറച്ചു പറഞ്ഞേ, ബാലന്റെ അപ്പൻ നിലവിളിച്ചു. ഇവിടെ അയലോക്കത്തുള്ള ബാലന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ ഇവിടുത്തെ വേദോസ്തവത്തിലെ കാര്യം. ആ ബാലന്റെ അപ്പൻ നിലവിളിച്ചു.
നിലവിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ടൊന്ന് ഏറ്റു പറഞ്ഞാട്ട്, ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പറഞ്ഞാട്ട്, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് മതിയായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സൗഖ്യത്തിന് യേശു മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മുൻപോട്ടുള്ളതായ ഭാവിക്ക്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് യേശു മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വാസത്തോടെ പറയാൻ കഴിയും, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ആ പുള്ളി അവിടെ. എന്റെ അവിശ്വാസത്തെ ഐ ഡു ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഓൺ ദ മറുസൈഡ് അവൻ സമ്മതിക്കുക. സ്തോത്രം. അല്ലാതെ ഞാൻ സൂപ്പർ സ്റ്റാറാന്ന് പറയില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന്. പക്ഷേ എന്നിലൊരു ചെറിയൊരു പരാജയമുണ്ട്, പരാജയത്തെ പൊറുക്കണമേ എന്ന് പറയുകയാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് പറയുന്നത്, ഹെൽപ് മീ ഓവർകം. പ്രൈസ് ദി ലോർഡ്. എന്റെ അവിശ്വാസത്തെ അതിജീവിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഇന്ന് എത്ര പേര് വിശ്വാസികൾ ഈ വാക്ക് ഉയർത്തി പറയും, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഹെൽപ് മീ ലോർഡ്, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്റെ അവിശ്വാസത്തെ ഒന്ന് സഹായിക്കണമേ. ഇതിനെ ഒന്ന് അതിജീവിക്കുവാൻ സഹായിക്കണമേ. ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ചിലത് എൻ കണ്ണിൻ മുമ്പിൽ കാണുന്നത് ഭയമുളവാക്കുന്നുണ്ട്. ഞാൻ എന്റെ കണ്ണിൻ മുമ്പിൽ കാണുന്നത് വലിയ സാധ്യതകൾ കാണുന്നില്ല. എന്നാൽ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, യു ഹെൽപ് മീ ലോർഡ്, നീ എന്നെ സഹായിക്കണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് ഏറ്റു പറയും, കർത്താവേ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹെൽപ് മീ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഉച്ച സ്വരത്തിൽ ഒന്ന് പറഞ്ഞ്, എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. എന്റെ വിശ്വാസത്തെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. എന്റെ വിശ്വാസത്തെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Restoration. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സംഭവം. എന്തൊക്കെയോ ചില കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തും. റിസ്റ്റോർ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ കൊണ്ടുവന്നത് നിങ്ങളോട് പറയുകയാണ്, ചില കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഓർഡറിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. റിസ്റ്റോറേഷൻ, യഥാസ്ഥാനപ്പെടുത്തും ഒരു ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മളെ സ്പർശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഥാസ്ഥാനപ്പെടുത്തുന്നതായ ഒരു ദൈവശക്തി, ഹല്ലേലൂയ, നിന്റെ മനസ്സിന്റെ മണ്ഡലങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ മണ്ഡലങ്ങളെ സ്പർശിക്കുന്നതായ ഒരു പ്രത്യേക ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല വിശ്വാസങ്ങളുടെ മേലും സകല സംശയത്തിന്റെ മീതെയും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, യെസ്, അത് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ അറിവിന് ഉടമസ്ഥരാകുക,
ഒരു പുതിയ അറിവ്, ഒരു പുതിയ അറിവ്, ഇത്രയും നാളും കേട്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അറിവ്, വിശ്വാസത്തെക്കുറിച്ച് ഒരു പുതിയ അറിവ്. എന്തോ ആ അറിവ്? വി നീഡ് ഹെൽപ്പ്. വലിയ സ്റ്റേജൊക്കെ അടിച്ചു മുറിച്ചേച്ച് വിശ്വസിക്കാൻ പറഞ്ഞേച്ച് പോകുന്ന പാസ്റ്റർമാരുടെ പ്രസംഗമല്ല. വി നീഡ് ഹെൽപ്പ്. നമുക്ക് സഹായം വേണം. വി നീഡ് ഹെൽപ്പ്. ഐ നീഡ് ഹെൽപ്പ്. ചില മേഖലകളിൽ അവിശ്വാസം ശക്തിപ്പെടുമ്പോൾ, ചില മേഖലകളിൽ സംശയം ശക്തിപ്പെടുമ്പോൾ, ഇംപോസിബിൾ ആയിട്ടുള്ള അസാധ്യമുള്ളതായ ചില കാര്യങ്ങളിൽ, ചില മേഖലകളിൽ നിന്റെ ആ അവിശ്വാസത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ അത് പിശാച് കാണുന്നുണ്ട്. നിന്റെ സംശയം ഉയരുന്നത് പിശാച് കാണുന്നുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന, പിശാചിന്റെ കാഴ്ചപ്പാടിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ശക്തി, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ ആ കരവിരുതിനാൽ ഇന്ന് നിന്നെ റീസ്റ്റോർ ചെയ്യുന്ന പുതിയൊരു അറിവ് നിന്റെ ബുദ്ധിമുട്ടൽ, പുതിയൊരു അറിവ് തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു വിശ്വാസത്തിന്റെ ശക്തി. ഹെൽപ് മീ ലോർഡ്, എന്നെ ഒന്ന് സഹായിക്കണമേ. ഹെൽപ് മീ ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു അവിടെ സൗഖ്യമാക്കി ആ സഹോദരനെ പുതിയൊരു ജീവിതാനുഭവം നൽകുകയാണ്. ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഇതെല്ലാം കഴിഞ്ഞു 29-ാമത്തെ വാക്യം വായിക്കും. അതിന്റെ മുകളിൽ തുടങ്ങുന്ന ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു, നല്ലൊരു ചോദ്യം. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രിയ വിശ്വാസി, പലപ്പോഴും നിന്റെ കഴിവില്ലായ്മ വെളിപ്പെടുമ്പോൾ, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ കഴിവില്ലായ്മകൾ വെളിപ്പെടും. കാരണം എന്നാന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം മറ്റെന്തെങ്കിലുമായിരിക്കും. നീ ചിലപ്പോ കൈവച്ച് പ്രാർത്ഥിക്കുമായിരിക്കും, ഇപ്പം വിടുതലുണ്ടാകട്ടെ, ഇപ്പം ശാന്തിയോട്, ചിലപ്പോ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം മറ്റെന്തെങ്കിലുമായിരിക്കും. ഇത് ഞങ്ങളെ കൊണ്ട് കഴിയാതെ പോയത് എന്താണ്? ശിഷ്യന്മാർ ചോദിച്ചു. കഴിയാതെ എന്നുള്ളതായ ഒരു അറിവ് അവരുടെ ജീവിതത്തിൽ കിട്ടി. അതിനൊരു ആരോ കർത്താവ് കൊടുത്തു. ആ പരിഹാരം എന്താണെന്നറിയാമോ? ചിലത്, എല്ലാവരും എന്ന് പറഞ്ഞ്, ചിലത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. പരീക്ഷയ്ക്ക് പാസ്സായില്ലെന്നും പറഞ്ഞ് ചിലര് ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുക്കും. നല്ല കാര്യം ഉപവാസവും പ്രാർത്ഥന എടുക്കുന്നത്, പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി. ചിലത് ദൈവത്തിന് ഇടപെടേണ്ടതായ വിഷയങ്ങൾ. സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ശക്തിയും കഴിവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിൽ വെച്ച് അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാകണം. പക്ഷെ ദൈവം സഹായിക്കേണ്ടതായ വിഷയങ്ങളും അതിനെ അവർക്ക് കിട്ടിയ അറിവ്, സ്തോത്രം, അവർക്ക് ഇതുവരെയും വിശ്വാസത്തെക്കുറിച്ച് ഇല്ലാതിരുന്നതായ ഒരു അറിവ് കിട്ടി. പ്രാർത്ഥിക്കണമെന്ന് അറിവ് കിട്ടി, ഉപവാസം എടുക്കണമെന്നും അറിവ്. ചിലത് ഈ ജാതി വിട്ടുപോകത്തില്ല, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതായ ഒരു ദിവസമാകട്ടെ. ചില കാര്യങ്ങൾ എനിക്ക് സഹായം വേണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, അത് പ്രാർത്ഥനയിൽ കൂടി, അത് ഉപവാസത്തിൽ കൂടി, ഐ നീഡ് ഹെൽപ്പ് എന്ന് ആത്മാർത്ഥമായി സമർപ്പിക്കും. ചിലതൊക്കെ മാറി മാറി ഇമ്പോസിബിൾ ആയിട്ടുള്ളതായ, അവിടെ വായിക്കുന്നത് ചില കാര്യങ്ങൾ, നമ്മുടെ വായിച്ചേ 20,
പുറപ്പെട്ടു പോകത്തില്ല. സോ വി നീഡ് ഹെൽപ്പ്. വിശ്വാസമുള്ളവര് ദൈവത്തോട് പറയുക, കർത്താവേ ഐ നീഡ് ഹെൽപ്പ്. കുറച്ചു സമയം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഉപവസിച്ചിരുന്നുകൊണ്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബിക്കോസ് നമുക്ക് എന്ത് വേണം? അപ്പൊ ആ ഒരു സഹായം വേണം എന്നുള്ളതായ മനോഭാവം നമുക്കുണ്ടാവും. ഐ നീഡ് ഹെൽപ്പ്, വി നീഡ് ഹെൽപ്പ്. സ്തോത്രം. പാസ്റ്റർ യോങ്ങിച്ചോ എന്ന് പറയുന്നതായ ഒരു ദൈവദാസൻ കേട്ടിട്ടുണ്ടോ? കൊറിയയിലെ വലിയൊരു ദൈവദാസൻ. പുള്ളി മരിച്ചുപോയി അല്ലേ? പുള്ളി പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ തീരുമാനം. അതെങ്ങനെയാ നമ്മുടെ തീരുമാനമാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസത്തിന്റെ കൂടെ ഉള്ളതായ ഒന്നാണ് ഈ അവിശ്വാസം. രണ്ടുപേരും ഇരട്ട സഹോദരങ്ങൾ പോലെ നിൽക്കുക. വിശ്വാസവും അവിശ്വാസവും. അവിശ്വാസം അല്ലെങ്കിൽ ഡൗട്ട്. അപ്പൊ ഇവിടെ മൂലക്കിരിക്കുന്ന സഹോദരന്റെ പേരെന്തുവാ? രണ്ടും വന്നു. വിശ്വാസം ഒരു ഭാഗത്ത് വയ്ക്കുന്നു, അവിശ്വാസം ഒരു ഭാഗത്ത് വയ്ക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഇത് വേണോ ഇത് വേണോ, ഇത് തള്ളിക്കളയണോ ഇത് തള്ളിക്കളയണോ. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളുടെയും, വിശ്വാസമുള്ളവരുടെ ഉത്തരവാദിത്വമാണ്, ഇതിനെ തള്ളിക്കളയണോ അതോ ഇതിനെ തള്ളിക്കളയണോ, ഇതിനെ സ്വീകരിക്കണോ അതോ ഇതിനെ സ്വീകരിക്കണോ. ഏതാ ഇത്? വിശ്വാസം. ഇത് അവിശ്വാസം. അപ്പൊ ഇത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാ. ഇതിനെ വേണോ അല്ലെങ്കിൽ ഇതിനെ വേണോ. അപ്പൊ ഒരു വിശ്വാസി തീരുമാനിക്കുകയാണ്, എനിക്ക് ഇതിനെ വേണ്ട, എനിക്ക് അവിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി മതി.